Once again, welcome to our new episode of Hidden Destination. ഒരു കൗണ്ട് അല്ലെങ്കിൽ ഡ്യൂക്ക് എങ്ങനെയാണ് പണ്ട് ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ എത്ര രാജകീയമായിരുന്നു അവരുടെ ജീവിതം എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു. ഇന്ന് നമ്മളൊരു പ്രഭുവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. കൗണ്ടിയുടെ ഒരു അധിപനാണ് ഈ പ്രഭു എന്ന് പറയുന്നത്. ഹംഗറിയിൽ പണ്ട് ഒരുപാട് പ്രഭുക്കന്മാരുണ്ടായിരുന്നു. ആ ജനറേഷനിൽപ്പെട്ട ഇന്ന് ജീവിക്കുന്ന ഒരു പ്രഭുവിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ബുദാപെസ്റ്റിൽ നിന്ന് തുടങ്ങി ഏതാണ്ട് അവിടെ എത്താറായി. ഒത്തിരി സമയമായി ബുദാപെസ്റ്റിൽ പോകുന്നുണ്ട്. ഒരു 160 കിലോമീറ്റർ നമ്മൾ പോരുന്നുണ്ട് ഈ വ്യക്തിയുടെ അടുത്ത് എത്താനായിട്ട്. ചെറിയ രാജാക്കന്മാരായിരുന്നു, നാട്ടുരാജാക്കന്മാർ. അവർ ഈ പറഞ്ഞ ഡ്യൂക്കിന് ഒരു 10,000 ഏക്കറോളം ലാൻഡ് ഉണ്ട്. ഇവിടം തുടങ്ങി ഈ കാണുന്നത് മുഴുവനും ആ പ്രഭുവിൻ്റെ സ്ഥലമാണ്. ഇപ്പോൾ ഹാർവസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. പലതരത്തിലുള്ള കൃഷിയാണ് അവർ ചെയ്യുന്നത്. ഗോതമ്പ് കൃഷി ചെയ്യുന്നുണ്ട്, സൺഫ്ലവർ, ബാർലി, മെയ്സ്, അങ്ങനെ വിവിധ തരത്തിലുള്ള കൃഷികളുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡ്യൂക്കിൻ്റെ ഫീൽഡിലാണ്. ഒരു സൈഡിലുള്ള ഒരു ഫീൽഡിൽ ഈ കാണുന്നത് മുഴുവൻ മഞ്ഞ ഫ്ലവേഴ്സാണ്. പക്ഷേ ഇത് ശരിക്കും കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഇതിനെ ഹംഗറിയിൽ പറയുന്നത് റെപ്സെ എന്നാണ്. ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു ബ്ലാക്ക് സീഡ്, നമ്മുടെ ഈ മസ്റ്റാർഡ് സീഡ് പോലത്തെ ഒരു സീഡ്, അതിനകത്ത് ഒരു ഓയിൽ എടുത്തിട്ട് ഈ ഓയിൽ പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു. എനിക്കറിയത്തില്ല ഇതിപ്പോൾ എത്ര ഏക്കർ ഉണ്ടാവും. എനിക്ക് തോന്നുന്ന ഒരു 100 ഏക്കറിൽ മേലെ ഉണ്ടാവും. 100 200 ഏക്കറോ അത്രയോ ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ മാതിരി അകലത്തിലാണ്. ഓരോ സ്ഥലത്തും ഓരോ കൃഷിയാണ്. ഇവിടെ ഈ കൃഷി കുറച്ചുകൂടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗോതമ്പ് കൃഷി കാണാൻ സാധിക്കും. താഴത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ സ്വീറ്റ് പൊട്ടറ്റോ. പിന്നെ വലിയൊരു കുളം കുത്തിയിട്ടുണ്ട് ഒരു 15 ഏക്കറിൽ. അതിനകത്ത് ഇഷ്ടംപോലെ മീൻ. അതുകൂടാതെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. അനിമൽസ് ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. സാധിക്കുമെങ്കിൽ ഞങ്ങളൊരു ഹണ്ടിങ്ങിനൊന്ന് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ശരിക്കും ഫോറസ്റ്റിനുള്ളിലുള്ള ഹണ്ടിങ്ങിനാണ്. അതുപോലെ ഫിഷിങ്ങിനും പോകുന്നുണ്ട്. ഇതെല്ലാം ആ പ്രഭുവിൻ്റെ സ്ഥലത്ത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴി നമുക്ക് കാണാൻ സാധിക്കുന്നത് ടാർ റോഡാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളവിടെ എത്തി. ഇനി അല്പം നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം ഗേറ്റ് ഒന്ന് തുറന്ന് കിട്ടിയാൽ മാത്രമേ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ റിമോട്ട് കൺട്രോൾ കൊണ്ടാണ് ഗേറ്റ് തുറക്കുന്നത്. അപ്പോൾ ഒരു അല്പം നേരം വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഡോങ്കി ഉണ്ടാവേണ്ടതായിരുന്നു ഈ സൈഡിൽ. അതേ നിൽക്കുന്നത് അതല്ലേ. 1241 മംഗോളിയൻസ് ഇവിടെ വന്ന് ഇവരൊക്കെതിരെ യുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നാട്ടുപ്രമാണികൾ എല്ലാവരും ചേർന്ന് ഈ ഫാമിലിയെ പ്രത്യേകമായിട്ട് ഒരു കാര്യം ഏൽപ്പിച്ചത്. അപ്പോൾ ഇവരുടെ ഫാമിലി വളരെ വലുതായിരുന്നു ആ സമയത്ത്. അങ്ങനെയാണ് ഇവർക്ക് ആദ്യമായിട്ട് ഈ പൊങ്ക്രാസ് എന്ന് പറയുന്ന ആ ഫാമിലിക്ക് ആദ്യമായിട്ടൊരു പ്രത്യേകമായിട്ടൊരു പദവി കൊടുത്തിട്ട് ഒരു സന്നാഹത്തെ തന്നെ രൂപപ്പെടുത്താനായിട്ട് ആ ഫാമിലിയെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. അതായത് മംഗോളിയക്കാർക്ക് എതിരായിട്ട് യുദ്ധം ചെയ്യാനായിട്ട്. 4ാമത്തെ ഹംഗേറിയൻ ബേല മഹാരാജാവാണ് ഈ പ്രഭുക്കന്മാർക്ക് ഈ പറയുന്ന ഈ അധികാരങ്ങൾ കൊടുത്തതെന്നാണ് റെക്കോർഡിൽ പറയുന്നത്. അങ്ങനെയാണ് ഈ ഫാമിലിയുടെ ചരിത്രം തുടക്കം തുടങ്ങുന്നത് 1241. അതായത് ഇപ്പോൾ ഒരു 7-8 നൂറ്റാണ്ടായി. 800 കൊല്ലത്തോളം പഴക്കമുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തി. ഈ പൊങ്ക്രാറ്റ്സ് എന്നറിയപ്പെടുന്ന പൊങ്ക്രാറ്റ്സ് എന്ന് പറയുന്ന ഈ പ്രഭുവിൻ്റെ കുടുംബം, ആ പേര് കിട്ടിയിരിക്കുന്നത് 1286 ഒരു 7 സെഞ്ചുറിയോളം വളരെ ഭംഗിയായിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പോയി രാജാവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ഭാഗം, കൗണ്ടി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഈ പ്രഭുക്കൾക്ക് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ടാക്സ് എല്ലാം അടച്ച് നന്നായിട്ട് പോയി. ആ കുതിരവണ്ടി ഓടിച്ചു വരുന്ന ആളാണ് നമ്മുടെ പ്രഭു എന്ന് പറയുന്നത്. വലിയ ഒരു മനുഷ്യനാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ മൗണ്ട് ബാറ്റൻ പ്രഭു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു പ്രഭുവിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എൻ്റെ ഒരു വലിയ നല്ല സുഹൃത്താണ്. ഒരു 6-7 കൊല്ലമായിട്ട് ഞാൻ അറിയുന്നതാണ് ഈ പ്രഭുവിനെ. അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റീഫൻ എന്നാണ്, പൊങ്ക്രാസ് സ്റ്റീഫൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് ഈവ.
5 മക്കളാണുള്ളത്. അതിലെ ഏറ്റവും ഇളയ മകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആ മകളുടെ ഫാമിലി, മകളുടെ പേര് ഗബ്രിയേല ആണ്. ആ മകളുടെ ആദ്യത്തെ കുട്ടിയുണ്ട്. കുട്ടിയുടെ പേരും സ്റ്റീഫൻ എന്നാണ്. കാരണം ഭർത്താവിൻ്റെ പേരും സ്റ്റീഫൻ എന്നാണ്. അതുപോലെ തന്നെ ആ കുട്ടിയുടെ അപ്പൻ്റെ പേരും സ്റ്റീഫൻ എന്നാണ്. പഴയ ഹംഗറിയുടെ ഭാഗമായിട്ടുള്ള ഇന്നത്തെ സ്ലോവാക്യയുടെ ഭാഗത്താണ് അവിടെ ഒറിജിനായിട്ട് അവർ പറയുന്നത്. അവിടെ നിന്നാണ് അവർ ഒറിജിൻ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സ്ലോവാക്യ ഇവരുടെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരുപാട് കോട്ടകൾ ഇപ്പോഴും അവിടെ അതിൻ്റെ റൂയിൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ആദ്യത്തെ ലോകമഹായുദ്ധത്തിന് ശേഷം 1921 ലോകമഹായുദ്ധം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ട്രീറ്റി ഉണ്ടായിരുന്നു. അതിനെ ട്രിയനോൺ ട്രീറ്റി ട്രിയനോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ട്രീറ്റി നടക്കുന്നത്. ഈ ട്രിയനോൺ ട്രീറ്റി വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് ഹംഗേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്ന വലിയ ഹംഗറി അത് 1/3 വെട്ടി ചുരുക്കി. അപ്പോൾ ഈ പ്രഭു കുടുംബത്തിൻ്റെയൊക്കെ സമ്പത്ത് സ്ലോവാക്യയിലായിരുന്നു. അന്ന് നമ്മൾ കേട്ടായിരുന്നു അവരുടെ ഒറിജിൻ സ്ലോവാക്യയിലായിരുന്നു. അപ്പോൾ അത് സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ആയി മാറി ആ ട്രീറ്റി കാരണം. അപ്പോൾ സ്ലോവാക്യ ഇവരുടെ സമ്പത്ത് ഹംഗേറിയൻസ് ആയിരുന്നു. അപ്പോൾ അവരുടെ സമ്പത്ത് മുഴുവൻ കണ്ടുകെട്ടി. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ആ പ്രഭുത്വവും അതുപോലെ തന്നെ പ്രധാനമായിട്ടും അവരുടെ സമ്പത്ത്, ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന നമ്മുടെ ഭൂമിയായാലും മറ്റ് സമ്പത്തായാലും അത് നശിച്ചു പോകുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് കണ്ടുകിട്ടുന്നത്. അങ്ങനെയാണ് അവർ ശരിക്കും ഒന്നുമില്ലാത്തവരായിട്ട് മാറുന്നത്. അകത്തേക്ക് കയറുമ്പോൾ ആദ്യമായിട്ട് കാണുന്നതാണ് കരടിയുടെ തോല്. ഈ പറയുന്ന അദ്ദേഹം തന്നെ വേട്ടയാടി പിടിച്ച കരടിയുടെ തോലാണത്. അതുപോലെ തന്നെ ആ മാന് ഇവിടുത്തെ നായാട്ടുകാരുടെ നേതാവാണ്. കരടിയുടെ തലയാണ് തലയൊട്ടി. ഡ്യൂക്ക് എന്ന് പറയുന്നത് കുതിരപ്പന്തയത്തിന് പോയിക്കൊണ്ടിരുന്ന മനുഷ്യനാണ്. ഇതിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കുതിരക്കമ്പം. കുതിര സവാരിക്ക് ഒന്ന് പോവാം, ഒരല്പം ഒരു റൗണ്ട് ഒന്ന് പോയി നോക്കാം. ഈ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ നടന്ന കാര്യമാണ് ഈ പറയുന്നത്. സ്റ്റീഫൻ എന്ന് പറയുന്ന പ്രഭുവിൻ്റെ അപ്പൻ്റെ അപ്പൻ അൽമാഷി ദീനേഷ് എന്ന് ഹംഗറിയിൽ പറയുന്നത് അതൊരു അരിസ്റ്റോക്രാറ്റ് ഫാമിലിയാണ്. അവർക്കുണ്ടായിരുന്ന സമ്പത്ത് എന്ന് പറയുന്നത് 70,000 ഹെക്ടറാണ് ഭൂമിയാണ് അവർക്കുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലക്ഷത്തിൽ പരം ഏക്കർ സ്ഥലം ഈ പ്രഭുവിൻ്റെ ഫാമിലിയിലുണ്ടായിരുന്നതാണ്. പെട്ടെന്ന് ഇത് ആർക്കെങ്കിലും കൊടുത്ത് അതിൻ്റെ കാശ് മേടിക്കുക, ഇത് കണ്ടു കിട്ടുന്നതിന് മുമ്പ് അതായിരുന്നു ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഈ സ്ലോവാക്യയിൽ അവരുടെ കംപ്ലീറ്റ് സമ്പത്ത് വ്യവസായി ആയിട്ടുള്ള വളരെ സമ്പന്നമായിട്ടുള്ള ഒരു ജ്യൂ കണ്ടുപിടിച്ച ആ ആൾക്ക് ഈ സ്ഥലം മുഴുവൻ കൊടുത്തു. പക്ഷേ ഈ പൈസ സ്ലോവാക്യയിൽ വെച്ചാണ് അവർക്ക് കൊടുത്തത്. അത് ഇങ്ങടേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ബോർഡറിൽ ചെക്കിംഗ് ഉള്ളായിരുന്നു. കാർ കൊണ്ടല്ല അവർ പോയത്. 4 കുതിരയെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു കുതിരവണ്ടി കൊണ്ടാണ് അവർ പോകുന്നത്. അങ്ങടേക്ക് പോയപ്പോൾ കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഇങ്ങോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആരോ ഒറ്റി കൊടുക്കാനായിട്ട് ശ്രമിച്ചു. ഇങ്ങനെ ഒരാൾ ഒരുപാട് പൈസയും കൊണ്ട് പോകുന്നുണ്ട്. ഈ ബോർഡറിൽ വെച്ച് അവരെ തടഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് പൈസ ഒന്നും ഇല്ല ഈ പറയുന്ന കുതിരവണ്ടിയിൽ. ബോർഡറിൽ ഇരുന്ന ഒരു പട്ടാളക്കാരന് പെട്ടെന്ന് എന്തോ ബുദ്ധി തോന്നി. കാരണം കുതിരയുടെ കണ്ണിൻ്റെ ഇവിടെ കുറച്ച് തടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കണ്ണിൻ്റെ ഇവിടെ ചില സാധനങ്ങൾ കെട്ടി വെക്കാറുണ്ട് മുമ്പോട്ട് നോക്കാൻ വേണ്ടിയിട്ട്. പ്രഭുവിൻ്റെ അപ്പൻ്റെ അപ്പൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ പൈസ മുഴുവൻ പിരിച്ച് ഈ കണ്ണിൻ്റെ ഇവിടെ കെട്ടി വെച്ചു. കുതിരയുടെ 4 കുതിര ഉണ്ടല്ലോ, എല്ലാ കുതിരയുടെയും കണ്ണിൻ്റെ ഇവിടെ കെട്ടിവെച്ച് അങ്ങനെയാണ് ഈ പൈസ കടത്തിയത്. പക്ഷേ അത് അവർക്ക് മനസ്സിലായിട്ട് അവർ വിളിച്ചു. അപ്പോഴത്തേക്കും അവർ ബോർഡർ കഴിഞ്ഞ് കുറച്ച് പോന്നായിരുന്നു. അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു വേഗം വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ അവർക്ക് പിടിക്കാൻ പറ്റിയില്ല, ഹംഗറിയിലെത്തിയെന്ന് പറയാം. അങ്ങനെയാണ് അവർക്ക് കുറച്ചെങ്കിലും അവരുടെ സമ്പത്ത് വിറ്റ് കുറച്ചെങ്കിലും പൈസ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ വന്നപ്പോൾ ഉണ്ടായിരുന്ന മുഴുവൻ സമ്പത്തും ധനവും എല്ലാം അവരിൽ നിന്ന് പിടിച്ചു വാങ്ങി അത് കംപ്ലീറ്റ് അടിച്ച് നിരത്തി തവിടുപൊടിയാക്കി കളഞ്ഞു. ഒന്നും കിട്ടിയില്ല അവർക്ക്. കാരണം അവരെ ശരിക്കും പറഞ്ഞാൽ ഒരു ബാണ്ടക്കെട്ട് മാത്രം എടുത്തിട്ട് അവരോട് പോകാൻ പറഞ്ഞു.